ഏറെ നാൾ കൂടി കൂട്ടുകാരുമൊത്ത് യാത്ര പോയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ആമപ്പാറയുടെ ലാസ്റ്റ് എപ്പിസോഡ് തുടരുകയാണ്. ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടക്കാനുള്ള ശ്രമത്തിലായി. അതിനു മുന്നേ ആളുകളാൽ അവിടെ നിറഞ്ഞിരുന്നു. നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല, ഇരുന്നും എഴഞ്ഞുമൊക്കെ നീങ്ങേണ്ടി വരും. ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത് ഞാൻ മാത്രമായിരുന്നു. കാരണം വീഡിയോ പകർത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു എനിക്ക്. ഇത്തരമൊരു സാഹസികം നിറഞ്ഞ യാത്ര നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടം വരെ വന്നതെന്നായി എനിക്ക്. എന്തായാലും ഗുഹയ്ക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു നേരിയ വെട്ടം മാത്രമാണ് കാണാൻ സാധിക്കും. കുട്ടികളായാലും മുതിർന്നവരായാലും എഴഞ്ഞു നീക്കാതെ രക്ഷയില്ല. ആർമി എന്നാണ് ഇവരതിന് പറയുക. കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും നല്ല രീതിയിലുള്ള ഒച്ചയും ബഹളവും നല്ലപോലെ കേൾക്കാമായിരുന്നു. രണ്ടുപേര് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് എൻ്റെ ഊഴമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടുന്ന് നേരെ ഇറങ്ങി മേളിലുള്ള വ്യൂ പോയിന്റിലേക്ക് പോയി. കണ്ണച്ചിപ്പിക്കുന്ന കാഴ്ചയാണ് മേളിലുള്ളത്. ആമപ്പാറയുടെ 360 വ്യൂ കാണാൻ വേണ്ടിയാണ് ഇതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത്. അടിവാരവും വന്ന വഴികളും നിറയെ സോളാർ പ്ലാന്റേഷനുകളും ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് പോകേണ്ട അടുത്ത ലൊക്കേഷൻ കാണാമായിരുന്നു. മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ശരിക്കും നമ്മുടെ കണ്ണ് തള്ളിക്കും. നല്ല രീതിയിലുള്ള കാറ്റും വീശുന്നുണ്ട്. എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അതിനാണ് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. യാത്രയ്ക്ക് ഇത്രയെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ചിരുന്നു. നല്ല രീതിയിലുള്ള കടുത്ത വെയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഓമന ചേച്ചിയുടെ കടയിൽ നിന്നും ചെറിയ കടിയും നാരങ്ങാവെള്ളവും കുടിച്ച് അല്പസമയം ഞങ്ങൾ കടയിലിരിപ്പായി. എന്തിനാണ് വീഡിയോ എടുക്കണം എന്നുള്ള ചോദ്യവും പറച്ചിലായി ഓമന ചേച്ചി. എന്തായാലും വ്ളോഗാണ്, ചെറിയ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് ഞങ്ങൾ വീണ്ടും വിശ്രമിക്കാൻ തുടങ്ങി. വിശ്രമത്തിനിടയിൽ ഓമന ചേച്ചി വീണ്ടും നാരങ്ങാവെള്ളം ഉണ്ടാക്കി ഞങ്ങളുടെ കയ്യിലേക്ക് നീട്ടി. പല രീതിയിലുടെയും അഭിപ്രായത്തിനുള്ള നാരങ്ങാവെള്ളമായിരുന്നു ഓമന ചേച്ചി ഉണ്ടാക്കി. ചുട്ടുകൊള്ളുന്ന ചൂടത്ത് തണുത്ത നാരങ്ങാവെള്ളം എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇരിക്കാനും ഫെസിലിറ്റിയുള്ള നല്ലൊരു ചെറിയൊരു കടയാണ് ഇവിടെ. കഴിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ള ഒറ്റ മനോഭാവമുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ കൈ നീട്ടി. പൈനാപ്പിളും ലേസൊക്കെ വാരി തിന്നാനുള്ള തിരക്കിലായി ഞങ്ങൾ. വീണ്ടും മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. ഇടതുവശത്തായി പച്ച കളറിൽ മനോഹരമായൊരു കുളം കാണാം. കണ്ടപ്പോൾ തന്നെ ആകൃഷ്ടരായി. അതിന് മുന്നിലേക്ക് ഞങ്ങൾ നീങ്ങി. പച്ച വിരിച്ചു കിടക്കുന്ന മലയുടെ മുകളിൽ പച്ച കളറിൽ മറ്റൊരു കുളം കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. വഴിയരികിൽ എന്തോ കാണുന്നുണ്ടായിരുന്നു. കാട്ടുപോത്താണെന്നും കരുതി കൈകൾ ചൂണ്ടുകയായിരുന്നു. സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്നാട്ടുകാർ തന്നെ വളർത്തുന്ന പശുവായിരുന്നു അത്. എന്തായാലും വഴിയിലെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. വലതുവശത്തായി ഒരു ചെറിയ കാട് കാണാം. എങ്കിൽ പിന്നെ കാട്ടിലേക്ക് പോകുമെന്നായി. ഉൾക്കാട്ടിലേക്ക് കയറും തോറും ചെറിയ രീതിയിലുള്ള പേടികളെല്ലാം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പഴയ മാടന്റെയും മറതയുടെയും കാട്ടുകഥകളെല്ലാം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ മുന്നിലേക്ക് നടപ്പായി. അല്പം മുന്നിലേക്ക് നടന്നപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കണ്ടത്. ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന കാട്ടിൽ നടക്കുന്ന ചെറിയ പൂജയുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണാമായിരുന്നു. ഭസ്മവും ചെങ്ങലയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആളുകളുടെ മട്ടും ഭാവവും മാറാൻ തുടങ്ങി. പതിയെ അതിൽ നിന്ന് വലിയണമെന്നായി ഞങ്ങൾ. എന്തായാലും കുറച്ചുപേർ അവിടെ നിന്ന് ഫോട്ടോയും മറ്റും എടുക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയണമെന്നായി വീണ്ടും അവരെയും കൂട്ടി മുന്നിലേക്ക് നടന്നു. അക്കാണുന്ന മലയിൽ നിന്ന് ഈ മല താണ്ടി ഇത്രയും ദൂരമാണ് ഞങ്ങൾ സഞ്ചരിച്ചു വന്നിരിക്കുന്നത്. വഴിയുടെ കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. വഴി വെട്ടിയത് ഓഫ് റോഡ് ജീപ്പുകളാണ്. ജീപ്പുകളുടെ സർക്കസും അഭ്യാസവും നല്ലപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ്. കണ്ടു നിന്ന് പോകും. ഓഫ് റോഡിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലാവും. എന്തായാലും ഇത്ര മലമുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുപോലുള്ള കയറ്റവും കുന്നുകളുമാണ് ഇവിടെ. മുകളിലെത്തിയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു കാഴ്ച വിഷ്ണു ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതെ, അക്കാണുന്നത് മഴ പെയ്യുന്നതാണ്. തമിഴ്നാട്ടിൽ മഴ പെയ്യുന്ന കാഴ്ചയാണ് അക്കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ വളരെ അത്ഭുതമായി തോന്നി. രാമക്കൽമേടിന്റെ ഫ്ലൈറ്റ് വ്യൂ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് വീണ്ടും ഞങ്ങളുടെ നടത്തം തുടരുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ടായിരുന്നു. ഭായിമാർ മുതൽ മലയാളികൾ വരെ എല്ലാവരും ഇതിലേക്ക് വരുന്നുണ്ടായിരുന്നു. തമിഴ്നാടിന്റെ ആകാശ കാഴ്ചകൾ ഇതിലും വളരെ മനോഹരമായി കാണാൻ പറ്റി മറ്റൊരിടമുണ്ടെന്ന് തോന്നുന്നില്ല. അത്ര വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ ക്യാമറ വെച്ചാലും വളരെ മനോഹരമായ ഫ്രെയിമാണ് കിട്ടുക. 360 ക്യാമറ ഉണ്ടെങ്കിൽ ഇതിലും നല്ല മനോഹരമായ കാഴ്ചകൾ കാണാമായിരുന്നു. എന്നിരുന്നാലും നമ്മളുടെ ഈ കൊച്ചു ചാനലിന് ചെറിയ ക്യാമറകൾ തന്നെ ധാരാളം. പലരെയും പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാറ്റുകളാണ് വീശുന്നത്. കല്ലിന്റെ അറ്റത്തേക്കൊന്നും പോയി നിൽക്കാൻ തന്നെ നല്ലപോലെ പേടിയായിരിക്കും. ഇടതും വലതും വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വ്യൂ പോയിന്റുകളുണ്ട്. ഇക്കാണുന്നത് തമിഴ്നാടിന്റെ കൃഷിപ്പാടങ്ങളാണ്. നീണ്ട നിരയായി കിടക്കുന്ന വഴി കമ്പം തേനി റൂട്ടാണ്. ഈ റൂട്ടിലൂടെ ഈ യാത്ര കഴിഞ്ഞ് വീണ്ടും ഞാനൊരു യാത്ര നടത്തിയിരുന്നു. കമ്പത്തിന്റെ വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് പൊതുവെ ആളുകൾ കുറഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്. ഞങ്ങൾ ഏകദേശം ഉച്ചസമയമായപ്പോഴേക്കുമാണ് മല കയറിയത്. വളരെയേറെ ചരിത്രപ്രധാനമായ മറ്റൊരിടമാണ് രാമക്കൽമേട്. ചരിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ വളരെ വ്യക്തമായി നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായ ചരിത്രപരമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽമേട്. അതിനാലാണ് നല്ലപോലെയുള്ള പിൻവില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിനുള്ള വിൻപാടങ്ങളും കാണാം. കാഴ്ചകളെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ തിരിച്ചു പോരാൻ തീരെ മടിയായിരുന്നു. എന്തായാലും ഒരുപാട് ദൂരം എല്ലാവർക്കും യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ വേഗം മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങാമെന്നായി. പ്രായഭേദമന്യേ എല്ലാവരും വന്ന് കയറി കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു സ്ഥലമാണ് രാമക്കൽമേട്. എന്തൊക്കെയായാലും രാമക്കൽമേടിനോട് വിട പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ അടിവാരത്തേക്ക് നടപ്പ് തുടർന്നു. ആളില്ലാത്തൊരു വീടിന്റെ മുന്നിലാണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ നിറച്ച ആൾക്കാരും. ഞങ്ങളുടെ ക്ഷീണവും മട്ടും കണ്ട് അവർ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നു. വീണ്ടും മുന്നിലേക്ക് നടന്ന് അടുത്ത നല്ലൊരു ഹോട്ടലിൽ കയറി. ഉച്ചയൂണ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം 2 മണി 2:30 സമയമായിരിക്കുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങൾ പോയത് രാമക്കൽമേടിന്റെ യഥാർത്ഥ മുഖത്തിലേക്കാണ്.
കാടിലൂടെയുള്ള വഴികളാണ്. ചുറ്റിനും നല്ല രീതിയിലുള്ള വേസ്റ്റും കാണാം. കഴിഞ്ഞ മൂന്നാർ യാത്രയിൽ വേസ്റ്റിന്റെ വീഡിയോ കണ്ട് ആളുകൾ നല്ലപോലെ തെറി പറയുന്നുണ്ടായിരുന്നു. ചൂടിനെ ശമിപ്പിക്കുന്ന രീതിയിലാണ് കാട്ടിലൂടെയുള്ള ഈ യാത്ര. എന്നാൽ ഈ യാത്ര അധികം മുന്നിലേക്ക് നീണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും ഞങ്ങൾ തിരിച്ചിറങ്ങി. ചെടിച്ചട്ടിയും ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒരുപോലെ ബിസിനസ് ചെയ്യുന്ന കൊച്ചു വീടാണിത്. അവിടെ നിന്ന് നേരെ ഇറങ്ങി വിഷ്ണുവിന്റെ ഏലത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഏലത്തോട്ടത്തെ പറ്റി കേട്ടറിവ് മാത്രമുള്ള നമ്മൾക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു അത്. എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രത്യേകതയൊന്നുമില്ല. ശാന്തമായ അന്തരീക്ഷം, കാടിനുള്ളിൽ ഒരു കൊച്ചു വീട്, യാതൊരു ശല്യവുമില്ലാതെ അതിനുള്ളിൽ കയറിയിരിക്കാം. ആദ്യമായാണ് തോട്ടത്തിൽ കയറുന്നത്, അതും ഏലത്തോട്ടത്തിൽ. വീഡിയോ എടുക്കണമെന്നുള്ള ധൃതിയിൽ ഞാൻ വീണ്ടും മുന്നിലേക്ക് നടന്നു. ഇക്കാണുന്നത് ഏലമാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ സീസൺ അല്ല എന്നാണ് വിഷ്ണു പറഞ്ഞത്. ഡോറ് തുറന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഉൾവശം കണ്ടാൽ തന്നെ അറിയാം, ആരും ഇതിനുള്ളിലേക്ക് കയറാറില്ല. പണിക്കാർക്കുള്ള ഫുഡ് വെക്കാനുള്ള സൗകര്യമാണ് ഈ കാണുന്നത്. കാടിനുള്ളിലെ കൊച്ചു വീട്ടിൽ ഇരിക്കാൻ നല്ല ഭംഗിയുണ്ടതിനാൽ തന്നെ അല്പസമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നത്. പഴയ കാര്യങ്ങളും ഫുഡൊക്കെ ഉണ്ടാക്കി അല്പസമയം അവിടെ ഇരുന്നു. എന്തായാലും സമയം ഇപ്പോൾ 5:30-6 മണിയാകാൻ പോകുന്നു. വിൻമില്ലിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ആദ്യമായി നേരിട്ട് കണ്ടതിൻ്റെ ആക്രാന്തവും ആവേശവുമായിരുന്നു എനിക്ക്. ക്യാമറയും ഓണാക്കി വീഡിയോ എടുക്കാൻ നേരെ കാറ്റാടി യന്ത്രത്തിൻ്റെ ചുവട്ടിലേക്ക് പാഞ്ഞു. ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലല്ല ഇതെന്ന് മനസ്സിലായി. കണ്ണ് തള്ളുന്ന നേരമായിരുന്നു അത്. വളരെയേറെ ഉയരമുണ്ട്. ഒരു മനുഷ്യൻ നിന്ന് കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലാണ് കാണാൻ സാധിക്കുക. എന്നിരുന്നാലും നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അടിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാനും സാധിക്കുന്നുണ്ട്. ജോയൽ ഡീകാരനാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരൻ. കാറ്റിൻ്റെ വേഗത കൂടുന്തോറും ഫാനിൻ്റെ കറക്കവും കൂടും. കോടമഞ്ഞിനെ കീറി മുറിച്ചാണ് ഫാൻ കറങ്ങുന്നത്. വളരെ മനോഹരമാണ് ആ കാഴ്ച കാണാൻ. ഫാനിൻ്റെ ലീഫിൽ നിന്നും വരുന്ന ചെറിയ രീതിയിലുള്ള കാറ്റ് താഴേക്കും അടിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ ചുവട്ടിലൂടെ നിരവധി വീടുകളും മറ്റ് കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ അറിയാം, വളരെ നന്നായി എൻജോയ് ചെയ്ത യാത്രയാണിത്. നിരവധി കാറ്റാടി പാടങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിഷ്ണുവിന് അറിയാമായിരുന്നു. വീണ്ടും ഞങ്ങൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എവിടെ ക്യാമറ വെച്ചാലും വളരെ മനോഹരമായ ഫ്രെയിമുകളാണ് ഇവിടെ. ഓരോ വീഡിയോയുടെ വിഷ്വൽ കൂടുന്തോറും നല്ലപോലെ വീഡിയോ എടുക്കാനുള്ള ധൃതിയിലായിരുന്നു ഞാൻ. കാറ്റാടിയുടെ കാറ്റും പ്രകൃതി കനിഞ്ഞു എന്ന കാറ്റും വളരെ നന്നായി വീശുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ഞാൽ പുതപ്പിച്ചിരിക്കുന്നു. മേഘക്കെട്ടുകളിലൂടെ നടക്കുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ വിഷ്വലും കാഴ്ചകളും. എന്തായാലും ഈ ഒരു യാത്ര തിരഞ്ഞെടുത്തത് ഒട്ടും മോശമായില്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. ആഗ്രഹങ്ങൾക്കും പാഷനും പിന്നാലെ പോകുമ്പോൾ അതിനുള്ള മറുപടി തീർച്ചയായും നമുക്ക് ലഭിച്ചിരിക്കും. എന്തായാലും ആമപ്പാറയുടെ ലാസ്റ്റ് എപ്പിസോഡ് മഞ്ഞാൽ പുതപ്പിച്ചിരിക്കുന്നു. മേഘങ്ങൾക്കിടയിൽ മാലാഖമാറുന്ന രീതിയിലാണ് മഞ്ഞുകൂട്ടത്തിനുള്ളിൽ ഞങ്ങളെല്ലാവരും നിന്നിരുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. ഇതിനേക്കാളും മനോഹരമായ ഒരുപാട് നിരവധി കാഴ്ചകൾ കാണാനുണ്ടെന്ന് വിഷ്ണു വീണ്ടും പറഞ്ഞിരുന്നു. എന്നാൽ സമയത്തിൻ്റെ ദൈർഘ്യം മൂലം ഇത്രയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. എവിടെ ക്യാമറ വെച്ചാലും വളരെ മനോഹരമായ വിഷ്വൽ ബ്യൂട്ടികൾ കാണാമായിരുന്നു. കോടമഞ്ഞ് പോകുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുക്കുക എന്നുള്ള ഒറ്റോദ്ദേശമായിരുന്നു എല്ലാവർക്കും. അതിൻ്റെ തന്ത്രപ്പാടാണ് ഈ കാണുന്നത്. എന്തായാലും എടുക്കാത്തവൻ പോലും എടുത്തു പോകും. അത്ര വളരെ മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത്. മനോഹരമായ കാഴ്ചയുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് വിസിറ്റ് ചെയ്യും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായ നല്ല വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും കാറുമായി ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. തൊട്ടടുത്തുള്ള വിൻമില്ലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ചെറിയൊരു ഫോട്ടോ പോയിന്റും കൂടെയാണ് ഇവിടെ. കാറിനുള്ളിൽ നിന്നും ഇക്കാണുന്ന ഒരു വിഷ്വൽ പറയാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായൊരു വ്യൂ ആണ് ഇക്കാണുന്നത്. ഇത്തരത്തിലും മനോഹരമായ ഫ്രെയിമുകളാണ് ഇവിടെ. പിന്നെ എങ്ങനെയാണ് ക്യാമറ കണ്ണുകൾ ഇങ്ങോട്ടേക്ക് തിരിക്കാതിരിക്കുക? ഇനി എത്ര നാൾ കഴിഞ്ഞാണ് കാണാൻ പറ്റിയതെന്നും ഒരു പിടുത്തവും ഇല്ലാത്തതിനാൽ നല്ലപോലെ ആഘോഷങ്ങളും കാര്യങ്ങളും തുടർന്നിരുന്നു. പിറ്റേ ദിവസം 6 മണിയോടുകൂടി തൊടുപുഴയിലേക്ക് യാത്ര തിരിച്ചു. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ബസ്സിൽ നിന്നും അതിമനോഹരമായ വിഷ്വൽ ബ്യൂട്ടിയായ ഒരു കാഴ്ച കാണാൻ പറ്റിയിരുന്നു. ഇതൊരു പുതുമയല്ല, പക്ഷേ ആദ്യമായി വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇടുക്കി യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാടിനുള്ളിലൂടെയുള്ള ആനവണ്ടിയും കോടയ്ക്കുള്ളിലൂടെയുള്ള സഞ്ചാരവും ഇതൊക്കെയാണ് ഇടുക്കിയെ മനോഹരമാക്കുന്നത്. അങ്ങനെ ആമപ്പാറയുടെ നീണ്ടൊരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ലാസ്റ്റത്തെ ഇടുക്കി ആനവണ്ടി യാത്രയിലൂടെയാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.